കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുടെ നടപടി സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നത്. വിദഗ്ധയല്ലെന്ന് കണ്ട് ഗവർണർ തള്ളിയ ഡോക്ടർ മീന ടി പിള്ള വിദഗ്ധരുടെ പട്ടികയിൽ സുപ്രീം കോടതി ഉൾപ്പെടുത്തിയ ആൾ. ഡോക്ടർ മീനയെ രാജ്യത്തെ വിദഗ്ധരുടെ പട്ടികയിൽ സുപ്രീം കോടതി ഉൾപ്പെടുത്തിയത് പശ്ചിമ ബംഗാൾ സർക്കാർ ഉൾപ്പെട്ട VC നിയമന കേസിലായിരുന്നു. സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിന് സർക്കാർ നൽകിയ പട്ടിക തള്ളിയാണ് ഡോക്ടർ പി രവീന്ദ്രനെ ഗവർണർ നിയമിച്ചത്. സർക്കാർ നൽകിയ പാനലിലുള്ളവർ യോഗ്യരല്ലെന്നാണ് ഗവർണറുടെ വാദം. കേരള സർവകലാശാല ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീന ടി പിള്ള, ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ, കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ പി പ്രത്യുപ്നൻ എന്നിവരുടെ പേരുകളായിരുന്നു സർക്കാർ നൽകിയ പട്ടികയിൽ. എല്ലാവരും ഗവർണർ നിയമിച്ച VCക്ക് മുകളിലോ VCക്കൊപ്പമോ യോഗ്യർ എന്ന് പട്ടിക പരിശോധിച്ചാൽ വ്യക്തമാകും. അതിൽ മീന ടി പിള്ളയുടെ പേര് തള്ളിയ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി സുപ്രീം കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്നതായി. വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ അംഗമായി മുൻപ് സുപ്രീം കോടതി നിയമിച്ച വിദഗ്ധയാണ് ഡോക്ടർ മീന ടി പിള്ള. അടുത്തിടെ പശ്ചിമബംഗാളിലെ 7 സർവകലാശാലകളിൽ VCമാരെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് ബംഗാൾ സർക്കാർ നൽകിയ കേസിലാണ് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിച്ചത്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായി വിദഗ്ധരുടെ ഒരു പാനൽ സുപ്രീം കോടതി അന്ന് തയ്യാറാക്കുകയായിരുന്നു. വിവിധ മേഖലകളിലെ വൈദഗ്ധ്യമായിരുന്നു മാനദണ്ഡം. ആ പട്ടികയിൽ ഇടം പിടിച്ച ഡോക്ടർ മീന ടി പിള്ള യോഗ്യയല്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കണ്ടുപിടുത്തം. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് പശ്ചിമബംഗാൾ സർക്കാർ സമർപ്പിച്ച സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പരിശോധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഡോക്ടർ മീന ടി പിള്ളയുടെ പേര് വിദഗ്ധരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. ഫലത്തിൽ കേരള സർക്കാരിനെ മാത്രമല്ല സുപ്രീം കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം. ഗവർണറുടെ നടപടി നിയമയുദ്ധത്തിന് വഴിവെക്കും എന്നുറപ്പാണ്. തന്റെ നടപടികളെ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെ ന്യായീകരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.